ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 13 ആസ്പദമാക്കിയാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത്. ഇവിടെ ദാവീദിൻ്റെ ഈ ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് കർത്താവിനോട് ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം തന്നെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, യഹോവയെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. ഇവിടെ സങ്കീർത്തനക്കാരന് വളരെ വലിയ പ്രതിസന്ധിയിൽ, വളരെ വലിയൊരു പ്രശ്നത്തിൽ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടമാണ് നമ്മൾ കാണുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു 4-ാമത്തെ വാക്യം കഴിഞ്ഞ് 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് വീണ്ടും പ്രത്യാശയോട് പറയുന്നുണ്ട്, ഞാനോ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടും. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കർത്താവെ ഇനിയും എന്തേ പ്രാർത്ഥന കേൾക്കാത്തത്, ഇനിയും എന്തേ ഉത്തരം ലഭിക്കാത്തത് എന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിന് നമ്മളും പറയണം, ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും അചഞ്ചലമാണ്, അതിന് യാതൊരു പരിമിതിയുമില്ല, അതേത് സമയവും ഉണ്ട് എന്ന വസ്തുത നമ്മൾ മറന്നു കളയുന്നു. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് നൽകിയ രക്ഷ, ഇത്രയും വലിയൊരു രക്ഷ, അത് ലോകത്തിൽ ആർക്കും നൽകുവാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിൽ യാഗമാക്കിയാണ് നമ്മളെ വീണ്ടെടുത്തത്. അപ്പോൾ ആ രക്ഷയെങ്കിൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കണം. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ എത്രമാത്രം കർത്താവിന് പാട്ടുകൾ പാടേണ്ടവരാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് മുന്നേറുവാൻ, ആ കർത്താവിൻ്റെ നന്മകളെ ഓരോന്നിനെയും കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.